ഇന്ന് നമുക്ക് കോഴിക്കോടിൻ്റെ നല്ല മൊഞ്ചുള്ള ഹൽവ തയ്യാറാക്കിയെടുക്കാം. കോഴിക്കോടിൻ്റെ പരമ്പരാഗത രുചിയിൽ ഹൽവ കുടിൽ വ്യവസായമായി വർഷങ്ങളായി ചെയ്യുന്ന മുതിർന്നവരിൽ നിന്നും ചോദിച്ചറിഞ്ഞ ചുവന്ന ഹൽവ നമ്മൾ കുറച്ച് നാൾ മുന്നേ പോസ്റ്റ് ചെയ്ത് വളരെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കറുത്ത ഹൽവയുടെ പരമ്പരാഗത രുചിയിലുള്ള ട്രഡീഷണൽ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കറുത്ത ഹൽവ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. നിങ്ങൾ ഏത് മെഷർമെൻറ്റ് കപ്പായിട്ട് വേണമെന്നില്ല, ഏത് കപ്പിൽ വേണമെങ്കിലും അളന്നെടുത്താൽ മതി. ഞാനിപ്പോൾ 240 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അളന്നെടുക്കാം. ഇതിലോട്ടേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമോ ഉപ്പിട്ട വെള്ളമോ അങ്ങനെയൊന്നുമല്ല, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്ക് സാധാരണ കുഴച്ചെടുക്കില്ലേ, അതേ പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. മൈദയല്ലേ, അപ്പോൾ കുറച്ചൊക്കെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പാകത്തിന് തന്നെയാണ് നമുക്കൊന്ന് കുഴഞ്ഞ് റെഡിയായി കിട്ടുക. അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ഒന്നങ്ങ് കുഴച്ചെടുത്ത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് അത്യാവശ്യം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു പാകത്തിന് തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ വെള്ളത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ പാത്രം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. ആ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് 7-8 ഗ്ലാസ്സിനടുത്ത്, കപ്പിനടുത്ത്, നിങ്ങൾ എടുത്ത കപ്പിന് തന്നെ എടുത്താൽ മതി, 7-8 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിനകത്തോട്ടേക്ക് വേണം നമ്മൾ ഈ മൈദ, കുഴച്ചു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാൻ. അല്ലാതെ മൈദയിലോട്ടേക്ക് നമ്മൾ വെറുതെ വെള്ളം കലക്കി അത് അരിച്ചെടുത്ത് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. 7-8 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ തവിയും കാര്യങ്ങളൊന്നും വെച്ച് മോഡേൺ സ്റ്റൈലോ ഒന്നല്ല, സാധാരണ കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായി യോജിപ്പിക്കും തോറും ഇതിനകത്ത് നല്ലൊരു പാലിൻ്റെ ഒരു കളറിലോട്ടേക്ക് ഈ ഒരു വെള്ളം മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ബാക്കിയുള്ള മൈദയുടെയൊക്കെ ആ ഒരു വേസ്റ്റാണ് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് അടിഞ്ഞിട്ടുണ്ടാവുക. ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊരു കോട്ടൻ്റെ തുണി, നമ്മൾ സാധാരണ തോർത്തൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കാറില്ലേ, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുള്ള അതിനകത്തോട്ടേക്ക് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ചായി ചേർത്ത് കൊടുത്ത് അരിച്ചെടുക്കുമ്പോൾ വരുന്ന കുറച്ചായിട്ട് അഴിക്കുമ്പോഴത്തേക്കും മൈദയുടെ ആ ഒരു പിണ്ടി അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് എന്ന് പറയുന്ന സാധനമായിരിക്കും ലാസ്റ്റ് നമുക്ക് അടിഞ്ഞ് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്ത് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ചെയ്യുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുക. ബാക്കിയുള്ളത് മുഴുവനായിട്ട് ആവശ്യത്തിന് തന്നെ ഇതൊന്ന് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കാണുന്ന വേസ്റ്റ് മൈദ, നമുക്ക് ഇത്രയും വേസ്റ്റാണ് ഈ ഒരു 2 കപ്പിൽ നിന്ന് നമുക്ക് ബാക്കിയായിട്ടുള്ളത്. ഇത് നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് ആവശ്യം ഈ ഒരു മിക്സാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി, ഇത് നമ്മൾ അടച്ചു വെക്കണം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇത് രാത്രി മുഴുവൻ ഇതങ്ങ് അടച്ചു വെച്ച് മാറ്റി വെക്കുവാണ്. ഇനി അടുത്തത് പിറ്റേ ദിവസം രാവിലത്തതാണ് കേട്ടോ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ ഈ ഒരു മാവ് പുളിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കരുത്, പുറത്ത് വെച്ച് പുളിക്കുന്ന മാവ് തന്നെയാണ്. പുറത്ത് വെച്ച് ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ വെള്ളം മുഴുവനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരു തവി വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ തന്നെ കാണാം, നിങ്ങൾക്ക് തെളിഞ്ഞ വെള്ളം മുകൾ ഭാഗത്തായി വന്നു. താഴെ ഭാഗത്തായിട്ട് കുറച്ച് കട്ടിയിൽ ആ മൈദയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അടിഞ്ഞ് താഴെ ഭാഗത്തായിട്ടുണ്ടാകും. അതെത്തുന്ന ആ ഒരു ഭാഗം വരെ നമ്മൾ ഈ വെള്ളം അങ്ങ് മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പം നമുക്ക് ലാസ്റ്റ് ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ട് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനകത്തോട്ടേക്ക് വീണ്ടും നല്ല പാല് പോലാണ് ഇത് ഉണ്ടാവുക, നല്ല കുറച്ച് കട്ടിയായിട്ടുണ്ടാവും ഈ ഒരു മിക്സ്. അടുത്ത് നമ്മൾ വീണ്ടും ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 4-5 കപ്പ്. നമ്മൾ നേരത്തെ 7-8 കപ്പ് ഒഴിച്ചു, ഇപ്പോൾ ഒരു 4-5 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമ്മൾ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് വൈകുന്നേരം വരെ വെച്ചാൽ മതി. വൈകുന്നേരം നമുക്ക് ഹൽവ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയ സമയത്ത് നിങ്ങൾ കണ്ടോ, ഇന്നലെ കണ്ടിട്ടുള്ള അതുപോലെയല്ല, കുറച്ചുകൂടി നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റിക്കളയണം. നമ്മൾ നേരത്തെ കളഞ്ഞതുപോലെ തന്നെ വെള്ളമൊക്കെ മാറ്റിക്കളഞ്ഞു. ബാക്കി വരുന്ന ഈ ഒരു കൂട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് സാധാരണ മൈദ വെറുതെ നമ്മൾ വെള്ളത്തിനകത്ത് കലക്കിയെടുത്ത് അതൊന്ന് അരിച്ചെടുത്ത് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു റെസിപ്പിയല്ല, ഇങ്ങനെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ശർക്കര എടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കോഴിക്കോടൻ കറുത്ത ഹൽവയാണ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല കറുത്ത
വെള്ളം അഥവാ ശർക്കര വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല കറുത്ത ശർക്കര വേണമെന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് തന്നെ നോക്കി വാങ്ങിക്കുക. ഒരു 3 അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഗ്രാം മെഷർമെൻ്റ് ആയിട്ട് വേണമെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം, നമ്മൾ മൈദ അളക്കാൻ എടുത്തിട്ടുള്ള അതേ കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര ml വെള്ളമാണ്, ഇത് എത്ര ഗ്രാമാണ്, മൈദ എത്ര ഗ്രാമാണ്, എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. ശർക്കര പാനിയാണ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം കല്ലും തരികളും ഉണ്ടാവും. ഇത് അരിച്ചെടുത്തിട്ട് ഹൽവ തയ്യാറാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ചുവന്ന ഹൽവ ചെയ്തത് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുന്നത്. ഏറ്റവും നല്ലത് എപ്പോഴും ഇരുമ്പിൻ്റെ പാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് നമ്മൾ 3 കപ്പ് വെച്ച് ചെയ്തത് അളവ് കുറച്ച് 2 കപ്പിൽ ഈ ഒരു ചെറിയ പാത്രത്തിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചൂടായ ശർക്കര പാനിയിലോട്ടേക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു മൈദയുടെ മിക്സ് ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് അപ്പം തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് അതാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു കൈ കൊണ്ട് ഒഴിച്ച് മറ്റേ കൈ കൊണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്യണം. കാരണം പെട്ടെന്ന് ഇത് കട്ട പിടിക്കാൻ തുടങ്ങും. വിറകടുപ്പിൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഹൽവ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലത്. ഇതിപ്പോൾ അങ്ങനെ കാണിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിലൊക്കെ ഇടാം. പക്ഷേ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൈ വെച്ചിട്ട് നന്നായിട്ട് അപ്പം തന്നെ ഇളക്കുക. കാരണം നല്ല തീ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ തുടങ്ങി. ഇതിപ്പം കണ്ടില്ല, ചെറിയ പീസസ് ചെറുങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് പ്രധാന കാര്യം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3/4 കപ്പ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏത് എണ്ണ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോഴിക്കോടൻ ഹൽവയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടും അതല്ലെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ ഹൽവ തയ്യാറാക്കിയെടുക്കും. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന കറുത്ത ഹൽവക്ക് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ കോഴിക്കോടൻ ഒറിജിനൽ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നാണെങ്കിൽ മൈദ വെച്ച് ചെയ്യണം. അതുപോലെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു കപ്പിന്, അളന്ന കപ്പിന് 3/4 കപ്പാണ്. ശരിക്കും ഒരു 2 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക്. ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. എന്നാലും എണ്ണ ഒരു 2 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് മാവ് താഴെ ഭാഗത്തായി മുങ്ങിക്കിടക്കുന്ന രീതിയിലും എണ്ണ മുകൾ ഭാഗം മുഴുവനായിട്ട് നിറഞ്ഞു കിടക്കുന്ന രീതിയിലുമാണ് സാധാരണഗതിയിൽ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പാകം എത്തുന്നത് ഒരു 30 മിനിറ്റോളം ഇളക്കുമ്പോഴാണ് കേട്ടോ. ആദ്യത്തെ കുറച്ച് സമയം ഇത് കുറച്ചിങ്ങനെ കട്ടിയായി എണ്ണയിൽ കിടന്ന് ഇങ്ങനെ റെഡിയായി വരും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ തവി വെച്ച് ഇളക്കുക. എത്രത്തോളം നമുക്ക് തവി താഴ്ത്തി എല്ലാ സൈഡിലും കുത്തി ഇറക്കി ചെയ്യാൻ കഴിയുമോ അത്രയധികം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം ഇരുമ്പിൻ്റെ പാത്രം, അതുപോലെ ഉപയോഗിക്കുന്ന തവി നല്ല നീളമുള്ള തവി, മരത്തിൻ്റെ തവിയോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തന്നെ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. വിറകടുപ്പിൽ ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു പാകം എണ്ണ മുകൾ ഭാഗത്ത് നന്നായി തെളിഞ്ഞ് ഹൽവ കുറച്ചുകൂടി കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റിനടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊരു ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇളക്കി കൊടുക്കുന്നത് ശരിക്കും ആ ചുറ്റിച്ച് കറക്കി ഇളക്കി കൊടുക്കാൻ കഴിയുന്നില്ല ശരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തവി നന്നായിട്ട് ചുറ്റിച്ച് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് മടക്കി അത് ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത്. നന്നായി കുത്തി ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഓരോ തവണ ചെയ്യും തോറും ഇതിൻ്റെ കളർ മാറി മിക്കവരും പറയാറുണ്ട് കറുത്ത ഹൽവ ചെയ്തെടുക്കുന്ന സമയത്ത് കളർ കിട്ടുന്നില്ല. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ ഒരു ടെക്സ്ചർ കളർ മാറ്റമുള്ളത് കൊണ്ടായിരിക്കും. വെള്ള കളറുള്ള ശർക്കരയോ അല്ലെങ്കിൽ ചുവപ്പ് കളറിലൊക്കെ നമുക്ക് ശർക്കര വാങ്ങിക്കാൻ കിട്ടാറുണ്ട്, കുറച്ചൊരു ഗോൾഡൻ കളറിലുള്ളത്. കറുത്ത ഹൽവക്ക് എപ്പോഴും കറുപ്പ് ശർക്കര തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഹൽവ പുറത്തെടുത്തു കഴിഞ്ഞാലും ആ ഒരു കളർ കിട്ടില്ല. ഇനി ഇതിലോട്ടേക്ക് ഫ്ലേവറിന് നമ്മൾ ആകെ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ്. ഞാനിപ്പോൾ ഏലക്കപ്പൊടിയായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നമ്മളിപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റിനടുത്തായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം നമ്മുടെ ഹൽവ ഒരു പാകമായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം നിങ്ങൾക്ക് നോക്കുന്നതിനായിട്ട് തവിയിൽ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലോട്ടേക്ക് കിട്ടും. അപ്പോൾ കയ്യിൽ ചെറിയ ചൂടോടുകൂടി നിങ്ങളൊന്ന് തൊട്ട് നോക്കുക. കയ്യിലൊന്ന് നല്ല രീതിയിൽ റോൾ ചെയ്ത് എണ്ണ മുഴുവനായിട്ട് തെളിഞ്ഞ് മുകൾ ഭാഗത്തായിട്ട് വരാൻ തുടങ്ങുന്ന പാകമാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, അതായത് കശുവണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും അതൊക്കെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പാത്രത്തിൽ നിന്നൊക്കെ വേർപെട്ട് നന്നായിട്ട് പാകമായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. അതുപോലെ കശുവണ്ടി പരിപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഉണക്കമുന്തിരി ഞാൻ കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വെള്ള എള്ള്, നമ്മൾ ഹൽവ കോഴിക്കോടൻ ഹൽവ വാങ്ങിക്കുമ്പോഴൊക്കെ ആ ഒരു കാണാനൊക്കെ ഒരു നല്ല ഭംഗി, ആ ഒരു വെള്ള എള്ളും തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയൊക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യാനുസരണം കൂടുതലോ കുറവോ ഒക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ എത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഏകദേശം ആയിട്ടോ, ഇത് ഓൾമോസ്റ്റ് പാകമായി ഒരു 30-35 മിനിറ്റിനടുത്തായിട്ടുണ്ട്. ഇനി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇതിപ്പം അത്യാവശ്യം ആദ്യം നമ്മൾ ചെയ്തത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഒരു 10 മിനിറ്റ് തുടങ്ങി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് 30 മിനിറ്റിന് ശേഷം എല്ലാം കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരി എല്ലാം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചൂടാക്കിയെടുക്കുന്നത്. വിറകടുപ്പിലാണെങ്കിൽ പിന്നെ ഇളക്കി കൊടുക്കുന്ന പാകം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ഒരു പാകം കണ്ടോ, തവി വെച്ച് ഇങ്ങനെ ഇട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് വലിഞ്ഞ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൈ വെച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയുന്ന പാകത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഹൽവ നല്ല പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ എല്ലാ സൈഡിൽ നിന്നും കണ്ടില്ലേ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ എണ്ണ വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി ഹൽവ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം നേരത്തെ വെളിച്ചെണ്ണ തന്നെ തടവി, നമുക്ക് നെയ്യ് വേണ്ട, വെളിച്ചെണ്ണ തന്നെ തടവി ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹൽവയുടെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാകം മനസ്സിലാവുന്നുണ്ടാകും. തവിയിൽ നിന്ന് ഇങ്ങനെ ഒരു വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പാകത്തിന് വേണം എപ്പോഴും ഇത് തയ്യാറായി കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ച് ചെയ്യുന്ന ഹൽവ എന്ന് പറയുന്നത് ശരിക്കും ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അല്ലേ. ഈ ഒരു ഹൽവയ്ക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള കാര്യം മൈദ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പൂൺ വെച്ച് ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. സ്പൂൺ വെച്ച് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ആ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ള എള്ളും അല്ലെങ്കിൽ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം തറയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് തറയിൽ വെച്ച് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് ലെവലായിട്ട് കിട്ടുക. ഇനി ഇതിൻ്റെ ഒരു പാകം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം എടുത്ത് കയ്യിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്നൊന്നും ഒട്ടിപ്പിടിക്കില്ല, പക്ഷേ ഇങ്ങനെ ഒരു ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒന്ന് വലിഞ്ഞ് വരുന്ന ഒരു പാകത്തിൽ ഇതുപോലെയാണ് നമുക്ക് തയ്യാറായി കിട്ടുക. ഇനി നമ്മൾ ഇതിപ്പോൾ തന്നെ എപ്പോഴും എടുക്കരുത്. ഇത് നല്ലതുപോലെ ചൂടാറണം. കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷം വേണം എപ്പോഴും നമ്മൾ ഹൽവ പാത്രത്തിനകത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അങ്ങ് ചൂടാറിക്കോട്ടെ എന്ന് കരുതി 2-3 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി ബാക്കി കാണിക്കുന്നത്. ഇനി സ്പൂൺ വെച്ച് ഞാനൊന്ന് പാത്രത്തിനകത്ത് മാറ്റി കാണിക്കാം. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് 100% ഞാൻ ഉറപ്പ് പറയാം. നമ്മൾ കോഴിക്കോടൻ ഹൽവ, കറുത്ത ഹൽവ എങ്ങനെയാണോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് അതേ ടേസ്റ്റാണ്. കാരണം ഇത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. വർഷങ്ങളായിട്ട് ട്രഡീഷണലായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഹൽവ തയ്യാറാക്കി എടുക്കുന്നവർ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, കാരണം തയ്യാറാക്കി കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ കിട്ടും. പക്ഷേ നമ്മുടെ ചുവന്ന ഹൽവ ആദ്യം അവർ പറഞ്ഞു തന്നത് തന്നെയായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. കറുത്ത ഹൽവയും 100% സെയിം ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ശരിക്കും ചുവന്ന ഹൽവേനേക്കാളും ഒന്നുകൂടി പ്രിയം കറുത്ത ഹൽവയോടാണ്. അപ്പോൾ ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്രയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയധികം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഇതുപോലെയാണ് ഇരിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹൽവ എപ്പോഴും കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പാകവും അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് അറിയാം, നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഹൽവയും മൈദ വെച്ച് ഉണ്ടാക്കുന്ന ഹൽവയും ഒക്കെ നല്ല ഡിഫറൻ്റ് ആണ്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ വലിഞ്ഞ് ഈ ഒരു പാകത്തിന്. അപ്പോൾ ഇതിനകത്ത് ഫ്ലേവറിനും കാര്യത്തിനൊന്നും വേറെ ഒന്നും തന്നെ ചേർക്കണ്ട കേട്ടോ, ആകെ ഏലക്കപ്പൊടി. പിന്നെ ഈ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്ക്, തീർച്ചയായും ഇഷ്ടമാകും. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു റെസിപ്പിയായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.